അത് കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന നേരാണിത്. ഞങ്ങൾ കരക്കുന്ന ആൾക്കാരൊക്കെ വലിച്ച് വളർത്തിലോട്ട് കയറ്റി. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഉള്ളത്. പക്ഷെ എൻ്റെ പേര് വാസപ്പൻ. ഈ തൊട്ട് കിഴക്കോത്ത് തന്നെ വീട്. ഞങ്ങൾ വള്ളം മുങ്ങെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന വള്ളത്തിൽ പോകാൻ കാറ്റ് കണ്ടില്ലേ ഇല്ലേ, വള്ളം തൊടാൻ പറ്റിയില്ല. ഞങ്ങൾ ഉടനെ തന്നെ ഓടിച്ചെന്ന് കരക്കൊന്നും അയ്യോ കിട്ടുന്ന നിർവാഹമില്ല. അപ്പോൾ ജനം 4 ബസ്സിൽ ഓടിക്കെത്തി. ഒരിടത്തുനിന്ന് അങ്ങ് അറ്റൊന്നും പോലും ഇവിടം വരെ ജനം ഓടിയെത്തി. എന്നാലും ഞങ്ങൾ ഒരുവിധം നനഞ്ഞു നീന്തിയൊക്കെ ഞങ്ങൾ വള്ളത്തെ അടുത്തവരെ ഞങ്ങൾ ഇല്ല അരികിലോട്ടാണ് കയറ്റിയത്. ഇത് അവിടെ ഒരു സൈഡുണ്ട്, അങ്ങോട്ട് കയറ്റി. എന്നാലും ഒരു കൊച്ചിനെ കണ്ണനെന്ന് അവർ പറയാനുണ്ട്, ഒരാളെ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല സാറേ. ഒരു കണ്ണനെന്നാണ് അതിൻ്റെ പേര് പറയണത്. അവനൊരു ഭയങ്കര തിരയാണോ ഇവിടെ സാറേ? ഇല്ല, കണ്ടില്ല. ഭയങ്കര തിരയാണ് സാറേ. അത് ഭയങ്കര കാറ്റാണ്. ഇത് കണ്ടില്ലേ? അത് എപ്പോഴും ഉണ്ടാകില്ല ഈ കാറ്റ്. ഈ കാലവർഷം തീരാറാകുമ്പോഴുള്ള കാറ്റാണിത്. കണ്ണൻ ഞാൻ ഈ അപകടമുണ്ടായ ആറിന് സമീപത്തുള്ളൊരു വീടിന് മുറ്റത്താണ് നിൽക്കുന്നത്. ഈ വീട്ടിലേക്കാണ് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി എത്തിച്ച ആളുകളൊക്കെയും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 30ഓളം ആളുകൾ ഈ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ 29ഓളം പേരെ രക്ഷപ്പെടുത്തി. പാണാവള്ളി സ്വദേശിയായ കണ്ണനെയാണ് കാണാതായത്. സിന്ധു എന്ന യുവതിയുടെ വുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പാണാവള്ളിയിൽ നിന്നും ഇവിടെ പുഴയിലെത്തിയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. മൂവാറ്റുപുഴയാറും അതോടൊപ്പം തന്നെ വൈക്കം കായലും തമ്മിൽ ചേരുന്ന ഭാഗം, ആ ഭാഗത്താണ് വള്ളം മറിഞ്ഞത്. ഈ കായലും അതോടൊപ്പം തന്നെ ആറും സംഗമിക്കുന്ന സ്ഥലമായതിനാൽ തന്നെ ഇന്ന് പൊതുവെ നല്ല ഒഴുക്കും അതോടൊപ്പം തന്നെ ശക്തമായ തിരയും ഉള്ള പ്രദേശമാണ് ഇവിടെയാണ് വള്ളം മറിഞ്ഞ് ആളുകൾ വെള്ളത്തിലേക്ക് വീണത്. സമീപ പ്രദേശത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെയും ഓടിയെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു കക്കാവാരൽ തൊഴിലാളി സമീപത്തുണ്ടായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടൊരു വീട്ടമ്മ നമ്മളോട് പറഞ്ഞത്. അവർ കക്കാവാരൽ തൊഴിലാളി വള്ളത്തിൽ അവരുടെ അടുത്തേക്ക് എത്തി അവരെ ധന്യ ഈ പാണാവള്ളി ഭാഗത്തു നിന്നും റോഡ് മാർഗം സഞ്ചരിക്കുന്നതിലും അവർക്ക് ഇവിടേക്ക് ഈ മുറിഞ്ഞുപുഴ ഭാഗത്തേക്കൊക്കെ എത്താൻ സൗകര്യപ്രദമായ സഞ്ചാരമാർഗം ജലമാർഗമാണ്. കൂടുതൽ 1.5 മണിക്കൂറോളം ലാഭത്തിൽ അവർക്ക് കായൽ മാർഗം സഞ്ചരിച്ച് ഇവിടെ എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കായലും ആറിലും കൂടെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇത്തരം സംസ്കാര ചടങ്ങുകളിലും വിവാഹ ചടങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുന്നതിനായി സഞ്ചരിക്കാറുള്ളത്. ആ നിലയ്ക്ക് വളരെ പരിചിതരായ ആളുകളാണ്, വള്ളത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് പ്രാഥമികമായും അറിയാൻ കഴിയുന്നത് ആളുകൾ കൂടുതലുണ്ടായിരുന്നു. ഈ 30ഓളം പേർ ഈ ഒരു വള്ളത്തിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ. സ്വാഭാവികമായും ആ നിലയ്ക്ക് ആളുകൾ വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ നീന്തൽ അറിയാവുന്ന ആളുകളായതുകൊണ്ടും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമായി പലരും മറ്റു വള്ളങ്ങളിൽ പിടിച്ചു കടന്നു. മറ്റുള്ളവർ നീന്തി മറ്റു വള്ളങ്ങളുടെ സമീപത്തേക്ക് എത്തി. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഇപ്പോഴും നമുക്ക് ദൂരെ കായലിൻ്റെ കാഴ്ചയിൽ കാണാൻ സാധിക്കും. ബോട്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്.